ദൈവനാമത്തിന് മഹത്വം. പന്തളം അപ്പോസ്തോലിക് മിനിസ്ട്രി മീഡിയയുടെ വചനധ്യാനത്തിലേക്ക് ഡെയിലി മന്ന എന്ന പ്രോഗ്രാമിലേക്ക് ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്വാഗതം. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ധ്യാനത്തിനായിട്ട് എടുത്തിരിക്കുന്ന വാക്യങ്ങൾ അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 32-ാമത്തെ വാക്യം. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ. നാം മനസ്സിലാക്കേണ്ടത്, ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ. എന്നാൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6:12 പറയുന്നത്, കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയുടെ ഒരു ഭാഗമായിട്ടുള്ളത്, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഈ 2 വാക്യങ്ങൾ നമ്മൾ ശരിയായി ധ്യാനിക്കുമ്പോൾ ഈ ക്ഷമയുടെ അളവിൽ അല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവത്തിൻ്റെ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കും. ഈ 2 കാലഘട്ടങ്ങളെയാണ് ഈ 2 വാക്യങ്ങൾ സൂചിപ്പിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ് പഠിപ്പിക്കുന്ന പ്രാർത്ഥനയിൽ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് ക്ഷമിക്കണം. അതായത് നമ്മൾ അവിടെ ഒരു കണ്ടീഷൻ വെക്കുകയാണ്. ആദ്യം നമ്മൾ ക്ഷമിക്കണം, അപ്പോൾ നമ്മോട് ക്ഷമിക്കും. ഇനി പൗലോസ് അപ്പോസ്തലൻ്റെ ലേഖനത്തിൽ പറയുന്നത് എന്താണ്? നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ. അപ്പോൾ ഇവിടെ നമ്മളോട് ആദ്യം കർത്താവ് ക്ഷമിച്ചു. അതുകൊണ്ട് നിങ്ങൾ ആ ക്ഷമ തന്നെ മറ്റുള്ളവരോടും കാണിക്കണം. അതായത് നമ്മുടെ പ്രവർത്തികൾ കൊണ്ടോ നമ്മൾ ക്ഷമിച്ചത് കൊണ്ടോ അല്ല ദൈവം നമ്മോട് ക്ഷമിക്കുന്നത്. പിന്നെ എങ്ങനെയാണ്? കർത്താവിൻ്റെ ക്രൂശിൽ കർത്താവ് നമുക്ക് വേണ്ടി പാപമായി തീർന്ന് അതിനുള്ള ശിക്ഷ അനുഭവിച്ചപ്പോൾ കർത്താവ് നമ്മോട് ക്ഷമിച്ചു കഴിഞ്ഞു. അതായത് കർത്താവിൻ്റെ ആ ക്രൂശിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ കർത്താവ് നമ്മോട് ക്ഷമിച്ചു കഴിഞ്ഞു. നാം ക്ഷമ ലഭിച്ചവരായി തീർന്നു. പിന്നീട് നാം ക്ഷമിച്ചത് കൊണ്ടല്ല കർത്താവ് നമ്മോട് ക്ഷമിക്കുന്നത്, നമ്മുടെ പ്രവൃത്തിയാലല്ല കർത്താവ് നമ്മോട് ക്ഷമിക്കുന്നത്. പ്രത്യുത കർത്താവിൻ്റെ പ്രവൃത്തിയാൽ കർത്താവ് നമുക്ക് വേണ്ടി യാഗമായി തീർന്നതാൽ നാം ക്ഷമ ലഭിക്കപ്പെട്ടവരായി തീർന്നു. അതാണ് വ്യത്യാസം. അപ്പോൾ ഈ 2 വാക്യങ്ങൾ 2 കാലഘട്ടങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. കർത്താവ് പഠിപ്പിച്ചതനുസരിച്ചാണെങ്കിൽ അത് ന്യായപ്രമാണ യുഗത്തിലെ അല്ലെങ്കിൽ കർത്താവിൻ്റെ സമയത്തെ പാപക്ഷമയെക്കുറിച്ച് പറയുന്നു. എന്നാൽ ഇപ്പോൾ കൃപായുഗത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി യാഗമായി തീർന്ന് നമ്മോട് നമ്മുടെ കുറ്റങ്ങളെ ക്ഷമിച്ചതുകൊണ്ട് കർത്താവിൻ്റെ പ്രവൃത്തിയാലാണ് കർത്താവ് നമ്മോട് ക്ഷമിച്ചിരിക്കുന്ന ആ പ്രവൃത്തിയാലേ നാം വിശുദ്ധരായി തീർന്നിരിക്കുകയാണ്. അപ്പോൾ നിർബന്ധം നമ്മുടെ മേൽ കിടക്കുന്നു. ഏത് നിർബന്ധം? കർത്താവ് നമ്മളോട് ക്ഷമിച്ചതുപോലെ നാം ആ ക്ഷമ മറ്റുള്ളവർക്കും കൊടുക്കുവാൻ ബാധ്യസ്ഥരാണ്. അത് നമ്മുടെ നീതി പ്രവൃത്തിയായി കണക്കിടപ്പെടും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ നമ്മുടെ പ്രവൃത്തിയാലൊന്നും നമുക്ക് യാതൊരു രക്ഷയുമില്ല. പ്രത്യുത കർത്താവിൻ്റെ ക്രൂശിനാൽ മാത്രമാണ് നമുക്ക് രക്ഷ വന്നിരിക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ സ്വഭാവം നമ്മളിലേക്ക് പകരപ്പെടുന്നു. ആ സ്വഭാവത്തിൽ നിലനിൽക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയാൽ നാം നടത്തപ്പെടുന്നവരായിരിക്കണം. അതുകൊണ്ടാണ് റോമാലേഖനം 8-ാമത്തെ വാക്യത്തിൽ പറയുന്നത്,
ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഇപ്പോൾ ഒരു ശിക്ഷാവിധിയും ഇല്ല. എന്താണ് ക്രിസ്തുവേശുവിലുള്ളവരെന്ന് വെച്ചാൽ? ജഡത്തെ അനുസരിച്ച് നടക്കുന്നവരല്ല, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർ. അപ്പോൾ ഇന്ന് കൃപായുഗത്തിൽ നാം ആത്മാവിനെ അനുസരിച്ച് നടക്കുകയാണ്. വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെട്ടു. അതായത് ക്രിസ്തുവേശുവിൽ വിശ്വാസത്താൽ നമുക്ക് സ്നാനം ലഭിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ നാം സ്നാനം എടുത്തിരിക്കുകയാണ്. അപ്പോൾ നാം ക്രിസ്തുവിനെ ധരിക്കുകയാണ് ചെയ്യുന്നത്. ക്രിസ്തുവിനെ ധരിക്കുമ്പോൾ ക്രിസ്തുവാണ് നമുക്കും പിതാവായ ദൈവത്തിൻ്റെയും മധ്യസ്ഥനായിട്ട്, അതായത് നമുക്ക് മുൻപാകെ നമ്മെ കാണുന്നത്, പിതാവ് നമ്മെ കാണുന്നത് ക്രിസ്തുവിലൂടെയാണ്. അതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അതായത് അതുകൊണ്ട് നമ്മൾ ദയയും മനസ്സലിവുമുള്ളവരായിരിക്കണം. ദയയും മനസ്സലിവുമുള്ളവരായിരിക്കുമ്പോൾ ദൈവം ക്രിസ്തുവിൽ നമ്മോട് ക്ഷമിച്ചതുപോലെ നാം അന്യോന്യം ക്ഷമിക്കാനും പ്രാപ്തരായിട്ട് തീരുന്നു. ഇത് നാം ചിന്തിച്ച് ശരിയായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ വചനത്താൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും കർത്താവിന്. ആമേൻ. പ്രൈസ് ദ ലോർഡ്.